സ്വാഭാവികമായിട്ടും ആ ഒരു താക്കീത് അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നാളെ ഇത് സംബന്ധിച്ച് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കിട്ടുക എന്നത് ഏറെ ആയാസകരമായ കാര്യമായിരിക്കും, പ്രയാസകരമായ കാര്യമായിരിക്കും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ബോബി ചെമ്മണ്ണിനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഇടം വരെ വലിയ ഒരു തിരക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഉണ്ടായി. നമ്മോടൊപ്പം വിഷ്ണു കൂടി ചേരുന്നു. വിഷ്ണു, എവിടെ നിന്നാണ് വിഷ്ണു പിന്തുടരുന്നത്? വിഷ്ണുവിന് കാണാൻ കഴിഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ മാനറിസം? കാരണം ഇവിടെ വന്ന് പോലും അദ്ദേഹം കൈ ഉയർത്തി കൈവീശി കാണിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. നമ്മൾ പുളിഞ്ചോട് തൊട്ടായിരുന്നു ഈ ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ ചേസ് ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നത്. ആ സമയത്തെല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണുമ്പോൾ വൃത്തിയായി തന്നെ മനസ്സിലാകും അദ്ദേഹം ഒട്ടും ഒരു ആശങ്കയോ ഒന്നുമില്ലാതെ തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം, എന്തോ ചെയ്ത ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു മട്ടിലല്ലാത്ത തരത്തിലൊരു ഭാവമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു സിഗ്നൽ ബ്രേക്ക് കിട്ടിയപ്പോൾ നമ്മുടെ ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്ക് റോഡിൽ നിന്ന് പുറത്തിറങ്ങി അയാളുടെ ദൃശ്യം കൂടുതലായി പകർത്താനുള്ളൊരു അവസരം കിട്ടിയിരുന്നു. അപ്പോഴും കൈ ഉയർത്തി ആ ക്യാമറയിലൂടെ ജനലിലൂടെ തന്നെ കൈ ഉയർത്തി വീശി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ള തരത്തിൽ അത്തരത്തിലൊരു സന്ദേശം പകരുന്ന ആ ഒരു ദൃശ്യം നമ്മുടെ TV സ്ക്രീനിൽ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാതൊരുവിധ കൂസലുമില്ലാതെ ഒരു ഭാവം അത് വന്നപ്പോൾ ബോച്ചെ അനുകൂലികളായിട്ടുള്ള കുറേ ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ അടക്കം തടിച്ചുകൂടിയിരുന്നു. മാധ്യമപ്രവർത്തകരുടെ വലിയൊരു നിരയുണ്ടായിരുന്നു. ഈ തിരക്ക് അത്തരത്തിൽ ഒരു വലിയ ഒരു സംഘം തന്നെ ഈ ബോച്ചേനെ ഈ സ്റ്റേഷനിലോട്ട് വിളിച്ച് കയറ്റുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു രംഗം എന്ന് പറയുന്നത് അതായിരുന്നു. വളരെ ഏറത്തെ ഒരു അധ്വാനമായിരുന്നു. പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ഒരു നീക്കമായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഈ ഒരു സംഭവം ഹണിറോസിന്റെ പരാതിയിൽ ഒരു നടപടിയെടുക്കുന്നു. പിന്നാലെ ഇവിടുന്ന് ഒരു സംഘം ഈ പോലീസ് ACPയുടെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം വയനാട്ടിലോട്ട് ചെല്ലുന്നു. വയനാട്ടിൽ പുലർച്ചെ 4 മണിക്ക് അവരവിടെ എത്തി അവിടെ ബോച്ചെ താമസിക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അതിന് പുറത്ത് കാത്തു നിന്ന് പിന്നീട് ബോച്ചെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പിടികൂടി പിന്നീട് ഈ AR ക്യാമ്പിൽ വയനാട് ജില്ലാ ക്യാമ്പിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും റോഡ് മാർഗ്ഗമാണ് കൊണ്ടുവന്നത്. ഏകദേശം 12 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആരംഭിച്ച ഒരു യാത്രയായിരുന്നു. ഒരു 7 മണി 7:15 കൂടി തന്നെ അത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തി. ഇപ്പോൾ കൂടുതൽ നടപടികൾ, അതിനുവേണ്ട ഈ ബോച്ചെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ ഉള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതായത് ഇനി എന്തായാലും ഇന്ന് തന്നെ ഈ മെഡിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല, നാളെയോടുകൂടി തന്നെ ഉണ്ടാകുള്ളൂ. കാരണം വൈകിട്ടോടുകൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും വൈകിട്ടത്തേക്കുള്ളിൽ ആ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. അങ്ങനെ വൈകിട്ടത്തേക്കുള്ളിൽ ഹോട്ടലിൽ ഹാജരാക്കുന്ന ഇത്രയും സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ തെളിവുകൾ ആ പോലീസിന് ശേഖരിക്കാൻ കഴിയും, ചോദിച്ചറിയാൻ കഴിയും. പക്ഷേ അപ്പോഴും ബോബി ചെമ്മണ്ണൂർ പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, താൻ ഉപയോഗിച്ച പദങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അത് മറ്റാളുകൾ ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലിട്ട് അത് യഥാർത്ഥം ഉണ്ടാക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ പൊതുവെ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്ന രീതിയിൽ തന്നെ അതിവേഗം തന്നെ പോലീസ് ഇടപെട്ടിരിക്കുന്നു. എന്തായാലും നാളെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ അത് മജിസ്ട്രേറ്റാണ് അത് സംബന്ധിച്ച് ജാമ്യം കിട്ടണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അതിൽ മജിസ്ട്രേറ്റിൻ്റെ തീരുമാനമാണ്. എന്തായാലും BNS-ലെ നിയമപ്രകാരം സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അക്കാര്യങ്ങളടക്കം നാളെ തീരുമാനം അറിയാൻ കഴിയും. ശരി, ശ്യാം പ്രസാദ് ഉത്തമനും വിഷ്ണുവും എസ് രാഗിനും കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ തുടരുകയും നാളെ മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടിയത്. ഹണിറോസ് ഇങ്ങനെ ഒരു പരാതി നൽകി 24 മണിക്കൂറിനകം തന്നെ പോലീസ് കർശനമായ നടപടികളിലേക്ക് പോയി എന്നത് ആശാവഹമായ കാര്യമാണ്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചു, ഈ ആളുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ക്യാമറകൾക്ക് നേരെ കൈ കാണിക്കുന്നു. അതിലൊക്കെ ഉപരി ഏറ്റവും നിരാശയുണ്ടാക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു ആരോപണത്തിൽ കൊണ്ടുവരുന്ന ആളെ കൈകാട്ടാനൊക്കെ ഉള്ള സംഘം, പാലിയേക്കര ടോളിലടക്കം വലിയ സംഘം ആളുകൾ കാത്തു നിന്നിരുന്നു എന്നതാണ്. തീർച്ചയായിട്ടും. അതായത് ഈ ഇവിടെ തടിച്ചുകൂടിയ ക്യാമറയ്ക്ക് മുന്നിലാണ് അദ്ദേഹം തൻ്റെ കൈകൾ വീശി കാണിക്കുന്നത്. തനിക്ക് ഒന്നും പറ്റിയിട്ടില്ല, താൻ ഇത്തരം കാര്യങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് എന്ന തരത്തിൽ തന്നെ അനുമാനിക്കുന്നു. വളരെ ചിരിച്ച മുഖത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റല്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന തരത്തിലുള്ള ആംഗ്യ വിക്ഷേപങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ നിലവിലിപ്പോൾ അദ്ദേഹത്തെ ഈ സെൻട്രൽ സ്റ്റേഷനിനകത്തേക്ക് കയറ്റി ഈ പ്രത്യേക അന്വേഷണ സംഘം വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി തന്നെ ആയിരിക്കും ഒരുപക്ഷെ വൈകിട്ടത്തേക്കുള്ളിൽ കോടതിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോഴും ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആംഗ്യത്തിനോ മറ്റോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വസ്തുതപരമായി എടുത്തു പറയേണ്ടത്.
ശരി, ശ്യാം ആണ് വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു. ഹണി റോസ് നൽകിയ പരാതിയിലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന അധിക്ഷേപത്തിൽ മനമെടുത്താണ് ഇങ്ങനെ ഒരു പരാതി നൽകിയതെന്ന് നേരത്തെ തന്നെ ഹണി റോസ് പറഞ്ഞിരുന്നു. അതിനുശേഷവുമുള്ള പ്രതികരണം നന്ദി അറിയിച്ചുകൊണ്ട്, കൃത്യമായ നടപടികളെടുത്ത പോലീസിലും സർക്കാരിനും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം കൂടി സോഷ്യൽ മീഡിയയിൽ ഹണി റോസ് പങ്കുവയ്ക്കുകയുണ്ടായി.